നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഒരേ സമയം സ്വാതന്ത്ര്യം നേടിയ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അതിലൊരു രാജ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ മേഖലയിൽ ആദ്യമായി എത്തി വെന്നിക്കൊടി പാറിക്കുമ്പോൾ ദാരിദ്ര്യത്താലും അവർ തന്നെ ഉണ്ടാക്കിവിട്ട തീവ്രവാദം കൊണ്ടുള്ള തിരിച്ചടി കൊണ്ടും ഉഴറുകയാണ് മറ്റേ രാജ്യം. ഇന്ത്യയെയും പാകിസ്ഥാനെയും കുറിച്ചുള്ള ഈ താരതമ്യം നൽകിയത് ഇന്ത്യയിലെയോ വിദേശത്തെയോ ഏതെങ്കിലും നേതാവാണെന്ന് കരുതിയാൽ നമുക്ക് തെറ്റി. പാകിസ്ഥാൻ പാർലമെന്റിലെ തന്നെ ഒരു MP ആണ് ഈ ഞെട്ടിക്കുന്ന തുറന്നു പറച്ചിലുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ബുധനാഴ്ച പാകിസ്ഥാന്റെ ദേശീയ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിലാണ് പാകിസ്ഥാൻ MP സിയാദ് മുസ്തഫ കമാൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നേട്ടങ്ങൾക്കിടയിൽ താരതമ്യം നടത്തിയത്. ലോകം ചന്ദ്രനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വേളയാണ് ഇതെന്നും, എന്നാൽ ഇന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിരപരാധികളായ കുട്ടികൾ തുറന്ന ഓടകളിൽ വീണ് മരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച് വാർത്ത പുറത്തു വന്നപ്പോൾ പാകിസ്ഥാൻ ചാനലിൽ വന്ന മറ്റൊരു വാർത്തയെ താരതമ്യം ചെയ്താണ് പാക് MP ഇരു രാജ്യങ്ങളും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തെ ദേശീയ അസംബ്ലിയിൽ വെച്ച് തന്നെ തുറന്നു പറഞ്ഞത്. ഒരേ സ്ക്രീനിൽ ഇന്ത്യ ചന്ദ്രനിൽ എത്തിയെന്ന വാർത്തയുണ്ട്. 2 സെക്കൻഡുകൾക്ക് ശേഷം കറാച്ചിയിൽ തുറന്ന അഴുക്കുചാലിൽ വീണ് ഒരു കുട്ടി കൊല്ലപ്പെട്ടുവെന്ന ഒരു വാർത്തയും വന്നു പോകുന്നു. മുത്തഹിദ ഖ്വാമി മൂവ്മെന്റ് പാകിസ്ഥാന്റെ നേതാവ് കമാൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, പാകിസ്ഥാനിൽ 2,62,00,000 കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ കമാൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വാഴ്ത്തുകയും ചെയ്തു. ഇന്ത്യ ഇന്ന് കുതിച്ചുയരുകയും മികവ് പുലർത്തുകയും ചെയ്യുന്നുവെങ്കിൽ അത് രാജ്യം അതിന്റെ ജനങ്ങൾ നൽകിയ വിദ്യാഭ്യാസ മൂല്യമാണ് എന്നും കമാൽ പറഞ്ഞു. ഇന്ന് ഇന്ത്യക്കാർ 25 മുൻനിര ആഗോള കമ്പനികളുടെ CEOമാരാണ്. ഇന്ന് ഇന്ത്യയിൽ ധാരാളം ആഗോള നിക്ഷേപങ്ങളുണ്ട്. അതേസമയം ഒരുമിച്ച് സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാൻ ഇന്ന് എവിടെയാണ് എന്നും കമാൽ ചോദിച്ചു. നമ്മൾ കടക്കണിയിൽ വീണു ശ്വാസം മുട്ടുകയാണ്. അതേസമയം ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥ അനുദിനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് പാകിസ്ഥാന്റെ വിദേശ കരുതൽ ശേഖരണമുണ്ട്. അത് 8 മുതൽ 9 ബില്യൺ വരെയും. എന്നാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നും, കാരണം നമ്മൾ കടക്കണിയിലാണ്. നമുക്ക് ലോണുകളുണ്ട്. അതേസമയം ഇന്ത്യയുടെ വിദേശ കരുതൽ ശേഖരണം കഴിഞ്ഞ 5 മാസം കൊണ്ട് മാത്രം വർദ്ധിച്ചത് ഏതാണ്ട് 3 ബില്യൺ ആണ്. അതായത് പാകിസ്ഥാന്റെ മൊത്തം വിദേശ കരുതൽ ശേഖരണത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരും. വെറും 6 മാസം കൊണ്ട് ഇന്ത്യയിൽ അത് വർദ്ധിച്ചു. $607 ബില്യൺ ആണ് ഇന്ത്യയുടെ വിദേശ കരുതൽ ശേഖരം. അതേസമയം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാനിലുള്ള വിദേശ കരുതൽ ശേഖരം മെയ് 3 അവസാനിക്കുന്ന ആഴ്ചയിൽ $9.12 ബില്യൺ ആണ്. അതേസമയം വലിയ കടം തിരിച്ചടവ് ഭീഷണിയിലുമാണ് പാകിസ്ഥാൻ. കടം തിരിച്ചടവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ വലിയ വെല്ലുവിളികളാണ് നേരിടുന്നതെന്നും ഈ സമയം ആദ്യം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് തുറന്നു പറഞ്ഞിരുന്നു.